ഗായ്സ്, ഇന്ന് ഞാനെൻ്റെ ഒരു ഡ്രോയിങ് ബുക്ക് പഴയതാണ്, ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഓക്കെ, പഴയതട്ടോ, അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവും. ഇതാ എൻ്റെ പേര് തന്നെ ഇവിടെ കണ്ടത് നിങ്ങൾ, ഇവിടെ റെഡിങ് കൊണ്ട് ആദ്യത്തെ വയസ്സിന് പഴയതാണ്. ഇതാ ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്നതാണ്. അന്ന് എനിക്ക് പറ്റിയൊരു പൊട്ടത്തെറ്റാണ്. ഇവിടെ കണ്ടോ, 3rd A എന്ന് വെച്ചാൽ ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ 3rd A ഞാൻ വിചാരിച്ചു 3ാം ക്ലാസ്സിൽ ഞാൻ 3rd Aയിലാവെന്ന് വിചാരിച്ച് A ഡിവിഷൻ എഴുതി. നോക്കുമ്പോൾ എൻ്റെ ഡിവിഷൻ വന്നത് B ആണ്. പിന്നെ ഞാൻ ഇത് ഫസ്റ്റ് ചിത്രം എന്താ അറിയോ, ഇവിടെ കുറേ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ കീറി കുറേ. ഇത് കുറച്ച് വീടാണ്, അതെൻ്റെ അനിയത്തി വരച്ചതാണ്. ഇത് ഞാൻ വരച്ചത് പൊട്ടത്തെറ്റായ ചിത്രമാണ്. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്, കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞത് നവംബർ 3-നാണ്, 2023 നവംബർ 3-ന്. പിന്നെ ഇതാ ഞാൻ അവിടെ കണ്ടോ, ഒരു ചെറിയ ബൊമ്മക്കുട്ടീൻ്റെ പകുതി ഇപ്പുറത്തിൻ്റെ അനിയത്തി വരച്ചിട്ടാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് കണ്ടാൽ ഇവളെ ചിരിച്ച് ചാവും. കണ്ടോ, എൻ്റെ അനിയത്തി വരച്ച് വെച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ അവിടെ വേറൊരു ചിത്രമായിരുന്നു, ഒരു മനുഷ്യൻ്റെ വട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എൻ്റെ അനിയത്തി തന്നെയാണ്. ഇതുണ്ടോ, ഒരു മെയിലും മുരുകനുമാണ്. ഇപ്പുറത്തിൻ്റെ അനിയത്തി വരച്ച് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു മെയിലിനെ. പിന്നെ ഇതുണ്ടോ, ഒരു ഭൂമിയുടെ ചിത്രത്തിൽ ഇവിടെ എന്താ ഒരു മറ്റേ ഉൽക്കുണ്ട്, ഉൽക്കാന്ന് പറഞ്ഞ സാധനമില്ലേ, ഉൽക്കുണ്ട്. പിന്നെ ഇവിടെ ഉൽക്കുണ്ട്, ഇവിടെ ഒരു ഉൽക്കുണ്ട്. ഇവിടെ പിന്നെ തീയുണ്ട്, അഗ്നി പറഞ്ഞിട്ടുള്ള തീയുണ്ട്. ഇവിടെ പിന്നെ സയൻറ്റിസ്റ്റുകളുടെ ഇതില്ലേ, എന്താ മെഡിസിൻസ് ഇങ്ങനെ ഒഴിക്കണ കുപ്പി, അത്. പിന്നെ ഇവിടെ ജലമുണ്ട്, ഇവിടെ റോക്കറ്റും ഉണ്ട്. പിന്നെ ഇതൊക്കെ കൊള്ളുന്ന നമ്മുടെ ഭൂമിയുണ്ട്. പിന്നെ കണ്ടോ ഗൈസ്, ഇത് ഒരു ഞാൻ വരച്ചുള്ള ചിത്രം തന്നെയാണ്. ഇത് മാത്രം കേട്ടോ, എലിയും പൂച്ചയും മാത്രം, ബാക്കി എൻ്റെ അനിയത്തിനെയാണ്. പിന്നെ ഇതൊരു പോയം എഴുതിയിട്ടുണ്ടാണ് ഗൈസ്. ഐ ലവ് മൈ ഫാദർ ആൻഡ് മദർ, ഐ ലവ് മൈ ഹോം, ഐ ലവ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. പിന്നെ ഐ ലവ് മൈ ഗ്രൂപ്പ്, പിന്നെ ഒരു സ്മൈൽ, അതാണ് അവിടെ കൊടുക്കുന്നത്, ഒരു പോയം എന്ന് പറയുന്നത്. പിന്നെ കണ്ടോ ഗൈസ്, ഇത് ദൈവചിത്രമാണ്. പിന്നെ ഇതൊരു കൃഷ്ണനെ വരച്ചെണ്ണയാണ്, അത് എന്താണ് കുത്തി വരഞ്ഞ് സ്റ്റാർ, അവൾക്ക് സ്റ്റിക്ക് സ്റ്റാറുമാണ് കേട്ടോ അവൾ അധികം ഇടാറ്. പിന്നെ ഇത് പേജ്, പിന്നെ ഞാനിതാ പകുതി താജ്മഹൽ ഇട്ട് പോയതാണ്, അതിൻ്റെ മീതെ എൻ്റെ അനിയത്തി വരച്ചിരുന്നുള്ള പേനോണ്ട്. പിന്നെ ഗൈസ് ഒരു അടിപൊളി വിഷുക്കണി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കൃഷ്ണനും പിന്നെ ഒരു കണി വെച്ച മാറ്റൊരു ലുക്കാണ്. പിന്നെ ചിത്രങ്ങളില്ല കേട്ടോ. പിന്നെ ഇതാ ബ്ലാങ്ക് പേപ്പറുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്ക് ലവ് യു ആൻഡ് ബൈ.